ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നാരങ്ങയുടെ തൊലി വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. എല്ലാവരും നാരങ്ങയൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പിഴിഞ്ഞിട്ട് നമ്മൾ നാരങ്ങ കളയാറാണ് പതിവല്ലേ. പക്ഷേ ഇനി നമ്മൾക്ക് നാരങ്ങ കളയണ്ട, നാരങ്ങയുടെ തൊലി കളയണ്ട, നമുക്കൊരു കിടിലൻ അച്ചാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ നാരങ്ങ ഇപ്പം ഞാനിങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാണ്. ഓരോ പ്രാവശ്യവും നമ്മളിങ്ങനെ നാരങ്ങ പിഴിയുമല്ലോ, അതിനുശേഷം അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഇത് ഒരുവിധം അച്ചാർ ഉണ്ടാക്കാനുള്ള പാകം ആവുന്ന സമയത്ത് നമ്മളതെല്ലാം കൂടെ എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യണം. ഇഷ്ടമുള്ള രീതിയിൽ ചെറുതാക്കിയിട്ടോ അല്ലെങ്കിൽ വലുതാക്കിയിട്ടോ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾക്കിപ്പം കട്ട് ചെയ്തിട്ട് കിട്ടിയല്ലോ, ഇതെല്ലാം തൊലിയാണ് കേട്ടോ. ശരിക്കും നാരങ്ങയുടെ റിയൽ നാരങ്ങയല്ല, നാരങ്ങ പിഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ നമ്മളിനി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത് 2 ദിവസത്തേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലെയറായിട്ട് ഉപ്പും നാരങ്ങ ആക്കിയിട്ട് ഇട്ട് വെക്കുകയാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അങ്ങനെ ഉപ്പ് ആവശ്യത്തിൽ കൂടുതൽ ഇങ്ങനെ ഒഴിക്കുക. പിന്നെ കുറച്ച് വിനെഗർ ഒഴിക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം വിനെഗറോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അത്രയും മതി. എന്നിട്ട് ഇത് അടച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം മിക്സ് ചെയ്യുക, കുലുക്കിയിട്ട്. അതിനുശേഷം അത് 2 ദിവസം എടുത്ത് വെക്കണം. ഞാനിപ്പോൾ 2 ദിവസം വെക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ നിങ്ങൾക്ക് വെക്കണം, നന്നായിട്ട് ഉപ്പ് പിടിക്കണമെങ്കിൽ 1 മാസം വരെ നമ്മൾക്കിങ്ങനെ വെക്കാം. അപ്പോൾ ശരിക്കും സൂപ്പറായിട്ടുള്ള അച്ചാർ കിട്ടും. അപ്പോൾ ഇത് ഞാനിപ്പോൾ 2 ദിവസം വെച്ചതാണ്. 2 ദിവസം വെച്ചപ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾക്ക് ചൂടായതിന് ശേഷം കടുകെണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ. പിന്നെ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളക് ഇടുക, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടല്ലോ അതും നീളത്തിൽ അരിഞ്ഞത് ഇടുക, കറിവേപ്പില ആവശ്യത്തിന്. അത്രയും ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് കുറച്ച് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. പിന്നെ കടുകെണ്ണ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് ഉണ്ടാക്കാം. അവസാനം നമ്മൾക്ക് കടുക് വറുത്ത് പൊടിച്ചിട്ടാൽ മതി. ഇപ്പം ഞാൻ ചേർത്തത് കായമാണ്, ഒരു 1/4 ടീസ്പൂണോളം കായം ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നാരങ്ങ ഉണ്ടല്ലോ അത് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടുക. ഞാനൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഒന്ന് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് 1 ടേബിൾ സ്പൂൺ, മറ്റേത് നമ്മുടെ സാധാരണ മുളക് പൊടിയും. പിന്നെ ഇടുന്നത് ഇതിലോട്ട് ഉലുവ പൊടിച്ചതാണ്, അത് ഒരു ടീസ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾക്ക് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാര 1 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി, നമ്മളൊരു ചെറുതായിട്ടൊരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ വിനെഗറും കൂടെ ഒരു 2 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ നേരത്തെ തന്നെ വഴറ്റിയതുകൊണ്ട് അധികം ഇങ്ങനെ ഇട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയാൽ മതി. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ അച്ചാർ റെഡിയായി കഴിഞ്ഞു. നാരങ്ങ അച്ചാർ. ശരിക്കും നാരങ്ങയുടെ അച്ചാർ എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതും. നാരങ്ങയുടെ തൊലിയാണെന്നൊന്നും തോന്നില്ല, നമ്മൾ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തൊലിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നാരങ്ങ വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ നാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നാരങ്ങ എല്ലാവരും കളയാണ് പതിവ്. അപ്പം അതിന് പകരം ഇപ്പം നാരങ്ങയും വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ ആ തൊലിയും കൊണ്ട് അച്ചാറും ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ശരിക്കും ഒരു വ്യത്യാസം ഉണ്ടാവില്ല നിങ്ങൾക്ക്. റിയൽ നാരങ്ങ അച്ചാറും നാരങ്ങയുടെ തൊലി കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നതെങ്കിൽ കൂടെ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലോക്ക്ഡൗൺ സമയം ആയതുകൊണ്ട് നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് സേവ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.